മാസം അവസാനത്തോടെ ഓമി ബേബിയുടെ പേരിടൽ ചടങ്ങും നൂലുകെട്ടും ഉണ്ടാകും. എല്ലാം അശ്വിന്റെ കുടുംബത്തിന്റെ ഇഷ്ടം പോലെയായിരിക്കും നടക്കുക. കുഞ്ഞ് ജനിച്ച് ഇത്രയും ദിവസമായിട്ടും അശ്വിന്റെ അമ്മ വരാത്തത് വലിയ വാർത്തകളിൽ പ്രാധാന്യമുള്ളതായിരുന്നു. എന്തുകൊണ്ടാണ് അശ്വിന്റെ അമ്മ വരാത്തത് എന്ന് പല ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്ന് തന്നെ പറയാം. കൃത്യമായ രീതിയിലെ ചടങ്ങുകൾ അറിയാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നതെന്നും പലരും പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ചോദിക്കുന്നത് ഈ ചോദ്യമാണ്. ഈ മാസം അവസാനം, അതായത് കുഞ്ഞ് ജനിച്ച് 28 ദിവസം ആവുമ്പോഴേക്കും എന്തായാലും ഒരു നൂലുകെട്ട് ചടങ്ങുണ്ടായിരിക്കും. പേരിടൽ ചടങ്ങ് എന്ന് അറിയപ്പെടുന്ന ഇത് പലയിടത്തും പല പേരുകളിലാണ് കേൾക്കുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം നിയോം ബേബിയുടെ പേര് തന്നെയാണ്. പേരിപ്പോൾ എല്ലാവർക്കും അറിയാം. പേരിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പേര് പങ്കുവച്ചതും. അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും ആവശ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ഏറ്റെടുക്കുന്നത് ഇവരുടെ ഈ വാർത്ത തന്നെയാണ്. 1 മാസം കഴിയുമ്പോൾ നൂലുകെട്ടിൻ്റെ ദിവസമെങ്കിലും അശ്വിൻ്റെ അമ്മ വരുമോ എന്നാണ് ചോദിക്കുന്നത്. അശ്വിൻ്റെ സഹോദരൻ മാത്രം വന്ന് കുഞ്ഞിനെ കണ്ടിരുന്നു. സഹോദരൻ്റെ കുടുംബമോ സഹോദരൻ്റെ മകനോ ഒന്നും തന്നെ കുഞ്ഞിനെ വന്ന് കണ്ടിട്ടില്ല. അതെന്താണ് ആരും അശ്വിൻ്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെ കാണാൻ വരാത്തത്? എന്താണ് സംഭവം? ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണോ? അറിയില്ലല്ലോ. ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത്. എല്ലാവർക്കും അറിയേണ്ടതും ഇതേ അർത്ഥം തന്നെയാണ്. എല്ലാവരും ചോദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വളരെയധികം വൈറലായി മാറുന്ന ഒരു വാർത്തയും മാറിയിരിക്കുകയാണ് ദിയ കൃഷ്ണയുടെ ഈ പുത്തൻ വാർത്ത. പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ വാർത്ത. ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടം തന്നെയാണ്. ദിയയോടുള്ള സ്നേഹം എല്ലാവരും അറിയിക്കാറുമുണ്ട്. ദിയയോടുള്ള ചെറിയ സ്നേഹമായാൽ പോലും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ എല്ലാവരും അറിയിക്കുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പോസ്റ്റ് എന്ന് തന്നെ പറയണം. അത്തരമൊരു പോസ്റ്റ് തന്നെയാണ് ഓരോ ദിവസവും പങ്കുവച്ചെത്തുന്നത്. ഇപ്പോഴിതാ കുഞ്ഞിൻ്റെയും ദിയയുടെയും അശ്വിൻ്റെയും കൈകൾ ചേർത്ത് വെച്ചുകൊണ്ടൊരു പോസ്റ്റാണ്. സമാധാനം. ലോകത്തിൽ ഞാൻ സമാധാനം അറിയുന്നൊരു ഏറ്റവും വലിയൊരിടം ഇത് തന്നെയാണ്. അതൊരിക്കലും ഞാൻ മറക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അമ്മയായ നിമിഷം ഒരിക്കലും മറക്കില്ല എന്ന് ദിയ പറഞ്ഞിട്ടുണ്ട്. വലിയ വേദനയൊന്നുമില്ല എന്ന് ഞാൻ പറയില്ല. വേദന ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പേടിക്കരുത്. 5 സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞ് ഞാനും പേടിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ സ്റ്റിച്ചൊക്കെ താനേ പോകുന്നതാണ് എന്ന്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മൂടുമ്പോൾ സ്റ്റിച്ച് താനേ പോകും. നമ്മൾ അറിയുക പോലുമില്ല. കുളിക്കാൻ പോകുമ്പോൾ ഞാൻ എണ്ണി നോക്കും എത്ര സ്റ്റിച്ചുണ്ട് എന്ന്. അല്ലാത്ത സമയം ഓരോരുത്തരോട് ചോദിക്കും. എല്ലാത്തിനും ഒരു ഭയമാണ്. അപ്പോഴാണ് നോർമലി എല്ലാവരും അവിടെ അങ്ങനെ സ്റ്റിച്ച് ഇടാറുണ്ട് എന്ന് പറയുന്നത്. ഇതോടെ തന്നെ ദിയയുടെ ഓരോ വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട്. 5 സ്റ്റിച്ചിൽ പരം ദിയയ്ക്ക് ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ സങ്കടം വന്നു. പ്രവാസികളായ കൂട്ടുകാരൊക്കെ തന്നെയും അങ്ങനെ ആകുമ്പോൾ അവിടെയാണ് എന്ന് പറയുന്നുണ്ട്. അശ്വിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ അനുഗ്രഹത്തോടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ദിയയ്ക്കും അത് തന്നെയാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവർ പ്രയത്നിക്കുന്നതും. എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തയ്ക്കായി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.